പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും കുടുംബം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന നക്ഷത്രജാതകർ. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും അതുപോലെ തന്നെ ഇവരെ കാത്തിരിക്കുന്ന മറ്റ് ഫലങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച്. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകൾ 6, 8, 3, 5 എന്നീ സംഖ്യകൾ വരുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പലവിധ ആപത്തുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾക്ക് ഒരു അറുതി വരും. ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും ലാഭകരമായിട്ട് മുന്നോട്ട് പോകും. വ്രണങ്ങൾ, അർശോരോഗം, വാതബന്ധിയായ വേദനകൾ ഇവയിൽ നിന്ന് ശമനം ഉണ്ടാകും. മനസ്സിന് ആഘാതമേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. മാനക്ഷയത്തിനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. വിദ്യാഭ്യാസത്തിലെ ക്ലേശ അനുഭവങ്ങൾ മാറിവരും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നടക്കുകയും ഇതുവഴി കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും അവരിൽ നിന്ന് ചില സഹായങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. ഈ 3 നക്ഷത്രജാതകരും ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഇടവം രാശിയിൽ പിറന്ന കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇവർ 94, 46, 0, 5 എന്നീ സംഖ്യകളിൽ ഉള്ള ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അടുത്ത 3 ദിവസത്തിനുള്ളിൽ. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പലവിധ അനുകൂല നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ കൂടിയാണ്. ആനുകൂല്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കാലതാമസങ്ങൾ മാറിക്കിട്ടും. ഭാര്യാഭർത്തൃ കലഹങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശസ്ത്രക്രിയകൾ കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് അനുകൂല ഫലമായിരിക്കും ലഭിക്കുന്നത്. ധനപുഷ്ടിയും പ്രതീക്ഷിക്കാം. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും കരകയറും. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ നീങ്ങി പോകുന്ന കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ശല്യം കുറവായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്തായിട്ട് ജോലിക്ക് ശ്രമിച്ചാൽ അനുകൂല സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി മിഥുനക്കൂറിൽ മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര പുണർദം 1-2-3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യസംഖ്യകൾ 32, 31, 16 എന്നീ ഭാഗ്യ നമ്പറുകളാണ് ഇവരെ ഈ ദിവസങ്ങളിൽ തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി വരുമ്പോൾ ബന്ധുക്കൾ പോലും ശത്രുക്കളാകാനുള്ളൊരു സാധ്യതയും ഇവരിൽ കാണുന്നുണ്ട്. അടുത്ത 3 ദിവസം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം ആയതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളും കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങി വരാനും വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിനു പുറവെ ഒന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾ മാറിത്തുടങ്ങും. ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും. കലഹ സ്വഭാവങ്ങൾ മാറിവരും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം. കൂടുതൽ കാൽനടയാത്രകൾ കൊണ്ട് നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. ചഞ്ചല മനസ്കരാകാതിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കും. വാദബന്ധിയായ വേദനകളെ അതിജീവിക്കും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർ 11, 99, 30 എന്നീ സംഖ്യകളിൽ ഉള്ള ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി മറ്റ് ഫലങ്ങൾ കൂടി ഇവരെക്കുറിച്ചൊന്ന് നോക്കാം. വീട്ടിൽ സ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഉണ്ടാകും. പലവിധ ദുഃഖ അനുഭവങ്ങളും ഇവരിൽ നിന്ന് വിട്ടൊഴിയും. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ഉണ്ട്. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കർക്കിടകക്കൂറിലെ 3 നക്ഷത്ര ജാതകരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതൽ തുണയ്ക്കുന്ന മകരക്കൂറിലെ ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ഇവർ തിരഞ്ഞെടുക്കേണ്ട സംഖ്യകൾ 83, 23, 43 എന്നീ ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുത്താൽ ഈ ആഴ്ച ഇവരുടെ ജീവിതം മാറിമറിയുന്നൊരു സാഹചര്യം തന്നെയാണ്. കാരണം ഗ്രഹസ്ഥാനം നോക്കുമ്പോൾ 11-ലെ ശുക്രൻ ഇവർക്ക് ഭാഗ്യമായി നിൽക്കുന്നത് കൊണ്ട് ധനസമ്പത്ത് വർദ്ധിക്കാനുള്ളൊരു യോഗം മകരക്കൂറുകാർക്ക് കൂടുതലാണ്. ഒപ്പം തൊഴിൽ രംഗം പുഷ്ടിപ്പെടുകയും ധനലാഭം വർദ്ധിക്കുകയും ചെയ്യും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. കടമുറികൾ പണിയാൻ അവസരങ്ങൾ ഉണ്ടാകും. സുഖ അനുഭവങ്ങൾക്ക് നല്ല സാഹചര്യങ്ങളാണ് ഇനി ഇവർക്കുണ്ടാകുക. ആരോഗ്യത്തെക്കുറിച്ച് നല്ല ആശങ്കയുണ്ടാകും. ശരീരത്തിൻ്റെ ബലക്കുറവ് മാറി ആരോഗ്യം വർദ്ധിച്ചു തുടങ്ങും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളെ അതിജീവിക്കും. വാക്കുദോഷം കൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ കാര്യസാധ്യങ്ങൾ ഉണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും.
ചില അകന്ന ബന്ധുജനങ്ങൾക്ക് സന്തോഷിക്കാൻ ഉള്ള അവസരം കാണുന്നുണ്ട്. ചിലവുകളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക. സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന ദിവസങ്ങളാണ്. ഇവർ കൂടുതൽ പ്രാർത്ഥനകൾ ശിവന് നിവേദ്യസഹിതം ധാരയും കുവളമാലയും ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.